തൈരിനേക്കാളും സംഭാരത്തെക്കാളും പവർഫുൾ മോരുകറിയെ പോഷകമൂല്യമാക്കുന്ന ഈയൊരു ചേരുവയാണ്. കുടലിന്റെ ആരോഗ്യത്തിന് മികച്ച പ്രോബയോട്ടിക് ഭക്ഷണമാണ് തൈര്. തൈരിൽ വെള്ളം നീട്ടി പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞു ചേർത്ത് സംഭാരമായും കുടിക്കാറുണ്ട്. എന്നാൽ ഇതിലൊക്കെ ആരോഗ്യ ഗുണമുള്ള മോര് കാച്ചുമ്പോഴാണ്, അതായത് പുളിശ്ശേരി. അധിക സമയം ചെലവാക്കാതെ തന്നെ പുളിശ്ശേരി അഥവാ മോരുകറി ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇതിന്റെ രുചിക്കൂട്ട് ഇഷ്ടമാണ്. തൈരിനേക്കാളും സംഭാരത്തെക്കാളുമൊക്കെ മോരുകറിയുടെ പോഷക ഗുണം ഉയർത്തുന്നത് ഒരൊറ്റ ചേരുവ കാരണമാണ്, അതാണ് മഞ്ഞൾ. മോരുകറിയിൽ മഞ്ഞൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു മഞ്ഞ നിറം കറിക്ക് ലഭിക്കും. ഇത് രുചി സന്തുലമാക്കാനും സഹായിക്കും. പ്രോട്ടീനും കാൽസ്യവും വിറ്റാമിനുകളും ഇരുമ്പും സിങ്കുമെല്ലാം മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വയറ്റിലെ കൊഴുപ്പ് നീക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും. മാത്രമല്ല, കറിയിൽ ബാക്ടീരിയ വളർച്ച കുറയ്ക്കാനും മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് സഹായിക്കും. വാദം, അസിഡിറ്റി എന്നിവ കുറയ്ക്കാനും വയറിളക്കം തടയാനും കറിയിൽ മഞ്ഞൾ ചേർക്കുന്നത് നല്ലതാണ്. പാൽ ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ മോര് പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ മഞ്ഞൾ ചേർക്കുന്നത് കറി പെട്ടെന്ന് മോശമാകാതെ കൂടുതൽ നാൾ സൂക്ഷിക്കാൻ സഹായിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും തടി കുറയ്ക്കാനും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പിനെ അലിയിച്ചു കളയാനുമൊക്കെ മഞ്ഞൾ നല്ലതാണ്. മോരുകറിയിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ കറിക്ക് പ്രത്യേക സ്വാദിൽ നൽകും. മാത്രമല്ല, രുചി ബാലൻസ് ചെയ്യാനും നല്ലതാണ്. വാദം, അസിഡിറ്റി എന്നിവ കുറയ്ക്കാനും വയറിളക്കം തടയാനും ഇത് സഹായിക്കുന്നു. അതിനാൽ മോരുകറിയിൽ മഞ്ഞൾ ചേർക്കുന്നത് ആരോഗ്യപരമായി നല്ലതാണ്.